Radio Library. Radio Library with RJ Radish. എല്ലാവർക്കും നമസ്കാരം. റേഡിയോ മലയാളം 98.6 ഇത് റേഡിയോ ലൈബ്രറിയുടെ സമയം. രതീഷാണ് നിങ്ങളുടെ കൂടെ. ഈ ആഴ്ചയിലെ പുസ്തകം നമ്മൾ പരിചയപ്പെടാൻ പോവുകയാണ്. ഇന്ന് പുസ്തകം പരിചയപ്പെടുത്താനായിട്ട് നമ്മളുടെ കൂടെ എത്തിയിരിക്കുന്നത് പൂന്തോട്ടത്ത് വിനയകുമാറാണ്. ഒറ്റ വഴിയിലെ വീട്, കാപ്പിച്ചിനോ, ഇങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ഒരു എഴുത്തുകാരൻ കൂടിയാണ്. അപ്പൊ സ്വാഗതം പൂന്തോട്ടത്ത് വിനയകുമാർ റേഡിയോ ലൈബ്രറിയിലേക്ക്. നന്ദി രതീഷ്. അപ്പൊ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന പുസ്തകം ചുംബന രഹസ്യം. അജയ് വേണു പെരിങ്ങാശ്ശേരിയാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇതിൽ 15ഓളം ചെറുകഥകളുണ്ട്. ആദ്യം ഏത് കഥയാണ് നമ്മൾ പരിചയപ്പെടാം? ആദ്യം നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്ന മാലാഖ ജീവിതം എന്നൊരു കഥയാണ്. കോവിഡ് കാലത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു കഥയാണിത്. ആതുര ശുശ്രൂഷ നൽകുന്ന മാലാഖമാരുടെ അവസ്ഥകളും അക്കാലഘട്ടത്തിൽ മനുഷ്യ ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങളും ദുരിതങ്ങളും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് നാൻസി എന്ന കഥാപാത്രത്തിലൂടെ. നാൻസി വാതിൽക്കിലേക്ക് നോക്കി. ഇല്ല, ആരും വരുന്നില്ല. തിരക്കൊക്കെ കഴിഞ്ഞു എന്ന് തോന്നുന്നു. രാവിലെ എന്തായിരുന്നു അവസ്ഥ? ചിലർക്ക് 1-ാം ഡോസ്, കുറെ പേർക്ക് 2-ാം ഡോസ്. രജിസ്റ്റർ ചെയ്യാതെ വന്ന് രാവിലെ മുതൽ ക്യൂവിൽ നിൽക്കുന്നവർ ഉണ്ടാക്കുന്ന തലവേദന വേറെയും. ഇന്നത്തെ ബഹളം കഴിഞ്ഞു എന്ന് ആശ്വസിച്ച് നാൻസി വാച്ചിൽ നോക്കി. 2 മണിയാകുന്നു. വെറുതെയല്ല, വിശന്നിട്ട് തന്നെയാണ് തലകറങ്ങുന്നത്. ഫർഹാൻ ഉണ്ണാൻ പോയിട്ടേ ഉള്ളൂ. അവൾ വന്നിട്ട് വേണം തനിക്ക് പോകാൻ. നാൻസി ഒന്നാഞ്ഞ് ശ്വാസമെടുത്തു. ഇതെല്ലാം കൂടി വെച്ചാൽ ശ്വാസം പോലും കിട്ടില്ല. കൈയുടെ വേദന പിന്നെയും കൂടിയിട്ടുണ്ട്. വാക്സിൻ സിറിഞ്ചിലേക്ക് പകർത്തുക, ഇഞ്ചക്ഷൻ എടുക്കുക, പറയുമ്പോൾ എന്തെളുപ്പം. പക്ഷേ എത്ര ചെയ്താലും തീരുകയില്ല. 60 വയസ്സ് ഉള്ളവർ കഴിഞ്ഞാൽ 45 വയസ്സ്, പിന്നെ 18 വയസ്സ്, 1-ാം ഡോസ് കഴിഞ്ഞാൽ 2-ാം ഡോസ്. ഇങ്ങനെ പോയാൽ എല്ലാവർക്കും വാക്സിൻ കൊടുക്കാൻ എത്ര വർഷമെടുക്കും? നാൻസി ആലോചിച്ചു. ഏതായാലും ഈ വർഷം തീരുമെന്ന് തോന്നുന്നില്ല. അപ്പോഴേക്കും കൈയുടെ അവസ്ഥ എന്താകുമോ ആവോ. PPE കിറ്റ്, ഗ്ലൗസ്, മാസ്ക്, ഗ്ലാസിന്റെ മുഖാവരണം, ചൂടത്ത് ഇതെല്ലാം കൂടി ഇടുന്നതിന്റെ പുകച്ചിൽ വേറെയും. വിയർത്ത് കുളിക്കുക എന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പോൾ ശരിക്കും അനുഭവിക്കുന്നു. ഇങ്ങനെ തന്റെ കാര്യങ്ങളെ എല്ലാം തന്നെ, സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒഴിവാക്കി സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി ജോലി ചെയ്യുന്ന നാൻസിക്ക് പ്രതിസന്ധികളും നേരിടുന്നു. പക്ഷെ എങ്കിൽ പോലും ആതുര സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന നാൻസിക്ക് കുറ്റപ്പെടുത്തലുകളും പരാതികളും ഒക്കെയായി ചിലർ എത്തുന്നുമുണ്ട്. ഈ കുറ്റപ്പെടുത്തലുകൾ അവളെ തളർത്തുന്നില്ല എന്നുള്ളതാണ് ഈ കഥയുടെ ഒരു പ്രത്യേകത. അവള് കുത്തുവാക്കുകളും പരാതികളും കേൾക്കുന്ന ഈ കഥാപാത്രം അതിനെയൊക്കെ അതിജീവിച്ച് കടന്നുപോകുന്നു എന്നതാണ് ഈ കഥയുടെ പ്രമേയം. ഇത് പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത് എന്റെ സുഹൃത്തിനെയാണ്. കായംകുളംകാരനായ അലക്സ് ജോർജ്. അദ്ദേഹം ഖത്തറിലാണ് ജോലി ചെയ്യുന്നത്. കോവിഡ് സമയത്ത് നേരമോ കാലമോ ഒന്നും തന്നെ നോക്കാതെ കോവിഡ് ബാധിച്ചവരെ പരിപാലിക്കുവാൻ വേണ്ടി അഹോരാത്രം പണി ചെയ്യുന്ന ഒരാളായിരുന്നു അദ്ദേഹം. ഞാൻ ഓർക്കുകയാണ്, ബഹിരാകാശത്ത് പോകുന്നവരെ പോലെ PPE കിറ്റും ഒക്കെ ധരിച്ച് മുഴുവൻ സമയവും ആതുര സേവന രംഗത്ത് ഓടി നടക്കുന്ന ആ ചിത്രമാണ് എന്റെ മുന്നിലേക്ക് കടന്നു വരുന്നത്. ഇനി അടുത്ത കഥയിലേക്ക് വരികയാണെങ്കിൽ, അടുത്ത ഒരു കഥ എന്ന് പറയുന്നത് പ്രളയാനന്തരം. പ്രളയത്തിന് ശേഷം ക്യാമ്പിൽ നിന്നും വീട് വൃത്തിയാക്കാൻ പോവുകയായിരുന്നു അയാളും ഭാര്യയും. പോകുന്ന വഴിനീളെ ദൈവത്തിന്റെ അനീതിയെപ്പറ്റിയായിരുന്നു അവർ സംസാരിച്ചത്. എന്ത് കഷ്ടമാണല്ലേ! ഒരു ജീവിതകാലത്തിന്റെ മുഴുവൻ അധ്വാനമായിരിക്കും ഓരോ വീടും പറമ്പും ഒക്കെ. ഒറ്റ ദിവസം കൊണ്ട് അതൊക്കെ ഇല്ലാണ്ടാവുക എന്ന് വെച്ചാൽ എത്ര ആളുകളാണ് മരിച്ചുപോയത്? കുഞ്ഞുങ്ങളും സ്ത്രീകളും, ഇങ്ങനെ എത്ര പേർ. ദൈവം അത്ര നീതിമാനൊന്നുമല്ല, അയാൾ പറഞ്ഞു. ശരിയാ, ചില ആളുകൾ പറയണേ ഇതിനൊക്കെ കാരണം നമ്മൾ തന്നെയാ. നമ്മൾ എന്താ ചെയ്തത്? മരം വെട്ടിയോ, മലയിടിച്ചോ, പുഴയിലിറങ്ങി കയ്യാല കെട്ടിയോ? ഇല്ലല്ലോ. എന്നിട്ടും ആരേലും ചെയ്ത തോന്നിയാസങ്ങൾക്ക് ദൈവം നമ്മളെ കൂടെ ശിക്ഷിക്കുക. ദൈവം അത്ര നീതിമാനൊന്നുമല്ല. ഭാര്യയും ശരിവെച്ചു. നടന്ന് വീടിനടുത്തെത്തിയ അവർ ആദ്യം ശ്രദ്ധിച്ചത് വീടിന് ചുറ്റും ആൾപ്പൊക്കത്തിൽ പണി തീർത്തിരിക്കുന്ന മതിലും അതിന്റെ കൂറ്റൻ ഗേറ്റും അവിടെ ഇല്ല എന്നതാണ്. കൂടാതെ എത്ര മിടുക്കനായ കള്ളന് പോലും തുറക്കാൻ കഴിയാതിരുന്ന അവരുടെ വീടിന്റെ മുൻവാതിൽ മലർക്കെ തുറന്നു കിടന്നിരുന്നു. മാത്രമല്ല, മുൻവാതിലിന് മുകളിലുമുണ്ടായിരുന്ന ദൈവത്തിന്റെ ചില്ലിട്ട ഫോട്ടോയും അപ്രത്യക്ഷമായിരിക്കുന്നു. ദൈവം അത്ര നീതിമാനല്ല, അയാൾ പിറുപിറുത്തു. മുട്ടപ്പോള്ള ചെളിയിലൂടെ അവർ വീടിന് ഉള്ളിലേക്ക് നടന്നു. വ്യത്യസ്ത നിറങ്ങളിൽ പെയിന്റ് ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്ന സ്വീകരണമുറിയിൽ ഇപ്പോൾ കറുത്ത ചെളി നിറമാണ്. ഭിത്തിയിലുണ്ടായിരുന്ന വലിയ LED TV തറയിൽ ചെളിയിൽ പുതഞ്ഞു കിടക്കുന്നു. എന്നാലും ദൈവമേ, എന്ത് ദ്രോഹമാ ഞങ്ങൾ ചെയ്തേ! ഇത് അന്യായമല്ലേ? അല്ല, നീതി കാട്ടേണ്ട ദൈവത്തിന്റെ അനീതിയെക്കുറിച്ച് ആരോട് പറയാൻ? ദൈവം നീതിമാനേയല്ല. സ്വീകരണമുറിയിൽ നിന്നും ഭാര്യ നേരെ പോയത് അടുക്കളയിലേക്കാണ്. അയാൾ കിടപ്പുമുറിയിലേക്കും ചെന്നപ്പോൾ തന്നെ അവിടെയുണ്ടായിരുന്ന ഭീമാകാരനായ അലമാര അയാൾ പരിശോധിക്കുവാൻ തുടങ്ങി. ഭാഗ്യം, ഒന്നും പറ്റിയിട്ടില്ല. കുറച്ച് വെള്ളവും ചെളിയും കയറിയെന്നേ ഉള്ളൂ. ഏറ്റവും ഉള്ളിലെ അറയിലുണ്ടായിരുന്ന
പണവും സ്വർണവും ഒക്കെ പുറത്തെടുക്കുന്നതിനിടയിലാണ് അടുക്കളയിൽ നിന്ന് അയാൾ അയ്യോ ഓടിവായോ എന്ന നിലവിളി കേട്ടത്. വല്ല പാമ്പോ തേളോ ആയിരിക്കും എന്നോർത്താണ് അയാൾ അവിടേക്ക് ഓടിച്ചെന്നത്. കുറെ കൂടുകളും ഒക്കെ വെള്ളം നിറഞ്ഞ് കിടക്കുകയാണ്. അപ്പൊ അയാൾ അത് തിരിച്ചറിഞ്ഞു. അതേ കൂടുകൾ പ്രളയത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വീട്ടിലെ പഴംതുണികളും ഉപയോഗശൂന്യമായ വസ്തുക്കളും പൊതിഞ്ഞ് ഭാര്യ തന്നെ ഏൽപ്പിച്ച കൂടുകൾ. കാറിൽ കയറ്റി കുറെ അകലെ ഒഴുകുന്ന തോടിന്റെ ആഴങ്ങളിലേക്ക് താൻ വലിച്ചെറിഞ്ഞ അതേ കൂടുകൾ. മഹാപ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട കഥയാണ് പ്രളയാനന്തരം. മനുഷ്യ നന്മയുടെ പാഠങ്ങൾ പഠിപ്പിക്കുന്നതിനോടൊപ്പം ചില പ്രകൃതി പാഠങ്ങൾ കൂടി നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. വലിച്ചെറിഞ്ഞതെല്ലാം തന്നെ പ്രളയം തിരിച്ച് എടുപ്പിക്കുന്ന ഒരു തത്വം കൂടി ഈ കഥ നമ്മളെ മനസ്സിലാക്കി തരുന്നുണ്ട്. അടുത്ത ഒരു കഥ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ആകർഷകമായിട്ടുള്ളൊരു കഥയാണ്. മനുഷ്യ ജീവിതത്തിലെ നമ്മൾ ആരൊക്കെയോ പറയുന്നത് കേട്ട് സ്വയം മനസ്സിൽ നിർമ്മിച്ച പടുകൂറ്റൻ സങ്കല്പങ്ങളെല്ലാം തകർന്നു വീഴുന്ന ഒരു കഥയാണിത്. ഇത് ഭയം ഒരു മനുഷ്യനെ എത്രമാത്രം സ്വാധീനിക്കുന്നു എന്നുള്ളൊരു കഥ വളരെ മനോഹരമായിട്ടാണ് അജയ് വേണു ഇതിലൂടെ പറയുന്നത്. വീട്ടിൽ നിന്നും ജോലി സ്ഥലത്തേക്ക് ദിലീപിന് 2 വഴികളാണ് ഉണ്ടായിരുന്നത്. ടൗണിലൂടെ പോകുന്ന വഴിയും വീടിന് പിന്നിലൂടെയുള്ള ഇടവഴിയും. ആദ്യത്തേത് ആകെ ചുറ്റിവളഞ്ഞുള്ളതായതുകൊണ്ടും ബസ്സിൽ കയറിപ്പോണെങ്കിൽ ഏറെ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരുന്നതുകൊണ്ടും വർഷങ്ങളായി ആ ഇടവഴിയിലൂടെയാണ് അയാൾ യാത്ര ചെയ്തു പോകുന്നത്. എന്നും രാവിലെയും വൈകിട്ടും അതിലെ അയാൾ നടന്നു പോവുകയും തിരികെ വരികയും ചെയ്തിരുന്നു. എന്നാൽ കുറച്ച് ദിവസങ്ങളായി ആ ഇടവഴി യാത്ര അയാളെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, അവിടെ വലിയ ഒരു നായ ഉണ്ട്. അത് ഏത് സമയവും കുരച്ച് ശബ്ദമുണ്ടാക്കി അയാളെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഇങ്ങനെ നായയെക്കുറിച്ച് ആലോചിച്ച് ഭയന്ന് ജീവിക്കുന്നതിനിടയിൽ ഒരിക്കൽ നായ അയാളുടെ മുന്നിലേക്ക് കുരച്ചു ചാടുകയാണ്. അയാൾ വളരെയധികം ഭയവും ഇപ്പോൾ തന്നെ ആക്രമിക്കും എന്ന് പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരു വേളയിൽ അദ്ദേഹം കയ്യിലിരുന്ന സഞ്ചിയിലിരുന്ന പലഹാരപ്പൊതി ഒരു ഭാഗം എടുത്ത് ഈ നായയ്ക്ക് കൊടുക്കുകയും നായയുടെ പേര് അയാൾക്ക് അറിയാമെന്ന് റൂക്കി എന്ന് വിളിക്കുന്നതോടൊപ്പം ആ നായ വളരെ അനുസരണയോടുകൂടി അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വരികയും അദ്ദേഹത്തെ ആക്രമിക്കാതിരിക്കുകയും ചെയ്യുകയാണ്. എന്നാൽ പെട്ടെന്നൊരു നാള് പട്ടിയുടെ കുര ഇല്ലാണ്ടായി. രാവിലെ പോകുമ്പോൾ കുര കേൾക്കാത്തപ്പോൾ പട്ടി വീടിന്റെ അപ്പുറത്ത് എവിടെയെങ്കിലും ആയിരിക്കും എന്നാണ് അയാൾ കരുതിയിരുന്നത്. വൈകിട്ടും പട്ടിയുടെ അനക്കമൊന്നുമില്ല. ഏതെങ്കിലും അസുഖം പിടിച്ചിട്ടുണ്ടാവും അയാൾ കരുതി. പക്ഷെ പിന്നീടുള്ള ദിവസങ്ങളിലൊന്നും പട്ടിയുടെ അനക്കം പോലുമില്ല. ചിലപ്പോൾ ആ വീട്ടുകാർ സ്ഥലം മാറിയിട്ടുണ്ടാവും. ഏതായാലും തന്റെ ജീവിതതാളം തെറ്റിച്ച ആ നായയുടെ കുരയില്ലാത്തതിൽ അയാൾ ആശ്വസിച്ചു. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അതയാൾ പതിയെ മറക്കുകയും ചെയ്തു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു ദിവസം വൈകിട്ട് ഭാര്യ വിളിച്ചു പറഞ്ഞു. വീട്ടു സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിലേക്ക് വരികയായിരുന്നു അയാൾ. ആ വലിയ ഗേറ്റ് കടന്ന് അല്പം മുന്നോട്ട് പോയപ്പോൾ പെട്ടെന്ന് പുറകിലെ ഗേറ്റ് വിറകൊള്ളുന്ന ശബ്ദം. തിരിഞ്ഞു നോക്കി അയാൾ കണ്ടത് ആ ഗേറ്റിന് മുകളിൽ നിന്നും പറന്നു വരുന്ന നായയാണ്. അപ്പം ഈ നായയാണ് ഇത്രയും കാലം അദ്ദേഹത്തെ പേടിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഒരു നിശ്ചിത സമയത്തിന് ഉള്ളിൽ ആ ഭക്ഷണം അല്ലെങ്കിൽ അതിന്റെ പേര് വിളിച്ചു കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ആ പട്ടി അദ്ദേഹത്തിനോട് വളരെ അനുസരണയുള്ളവനായിട്ട് മാറിത്തീരുന്നു എന്നുള്ളതാണ് ഈ കഥയുടെ ഒരു കാമ്പ് എന്ന് പറയുന്നത്. കാണാതിരിക്കുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ടും ഇത് ശരിക്കും മനുഷ്യന്റെ എല്ലാം ഉള്ളിലുള്ള ഭയം അത് ഏതൊക്കെ രീതിയിൽ സ്വാധീനിക്കുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് ഈ കഥയിലൂടെ നമ്മൾ അവതരിപ്പിക്കുന്നുണ്ട്. നായയുടെ കൊര ഒരു സമയത്ത് അദ്ദേഹത്തെ അസ്വസ്ഥനാക്കി. പിന്നീട് അത് ഇല്ലാത്തതിനെ കുറിച്ച് അദ്ദേഹം കൂടുതൽ അന്വേഷിച്ചു. അതെ, പിന്നീട് അത് പതുക്കെ അദ്ദേഹം മറന്നുപോവുകയും ചെയ്യാം. അതാണ് ഭയം എന്ന കഥ പറയുന്നത്. അടുത്ത ഒരു കഥ എന്ന് പറയുന്നത് കറുത്ത ദൈവം എന്ന കഥയാണ്. ഇതിനകത്ത് ഈ കഥയിൽ ദൈവമായി അവതരിപ്പിക്കുന്നത് ജീൻസും കൂളിംഗ് ഗ്ലാസും അണിഞ്ഞ് ഡ്യൂട്ടിയിൽ വരുന്ന ഒരു ചെറുപ്പക്കാരനാണ്. പല മാനസങ്ങളിൽ ഈ കഥയെ നമുക്ക് വിലയിരുത്താനായിട്ട് കഴിയും. ഒരു എഴുത്തുകാരനാകേണ്ട കാസിം എന്ന പോലീസുകാരനായി ഇപ്പോൾ മാറാനായിട്ട് പോവുകയാണ്. കാസിമിന്റെ ഗണേഷ് എന്ന അധ്യാപകന്റെ മുന്നിലാണ് ദൈവം അവതരിപ്പിക്കുന്നത്. തന്റെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥികളുടെ കഴിവുകളെ തിരിച്ചറിയാൻ ശ്രമിക്കാത്ത അധ്യാപകരുടെ മനോഭാവത്തിലേക്കാണ് ഈ കഥ വിരൽ ചൂണ്ടുന്നത്. ഇന്ന് സ്കൂളിൽ പോകുന്നൊന്നും ഇല്ലേ? ദേ സമയം 8:30 എണീറ്റേ. വീണയുടെ വിളി കേട്ടാണ് സൂരജ് കണ്ണു തുറന്നത്. നോക്കുമ്പോൾ അവൾ കുളിയൊക്കെ കഴിഞ്ഞു കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് മുടി കെട്ടുന്നു. ഞാൻ ഇന്ന് പോകുന്നില്ല, അയാൾ പറഞ്ഞു. എന്തോന്ന്, സ്കൂളിൽ പോകുന്നില്ലേ? കൊള്ളാലോ, ഹർത്താലിന്റെ അന്നുവരെ സ്കൂളിൽ പോകുന്ന ആളാ, ഇനിയിപ്പോ എന്തുപറ്റി? വീണയ്ക്ക് വിശ്വസിക്കാനായില്ല. ഹേയ് ഒന്നുമില്ലടി, ഒരു രസവുമില്ല. പിന്നെ കുറെ നാൾ ആയില്ലേ ഒരു ലീവ് എടുത്തിട്ട്. അവൾക്ക് മുഖം കൊടുക്കാതെ അവൻ പറഞ്ഞു. തന്റെ ഭാര്യയുമായിട്ടുള്ള സംസാരത്തിനിടയ്ക്ക് അദ്ദേഹം പറയുന്നു, എടി നിനക്കറിയാലോ, ഞാൻ എന്റെ കുട്ടികളോട് ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്നത് സ്വപ്നങ്ങളെ പറ്റിയാണ്. വലിയ സ്വപ്നങ്ങളെ പറ്റിയും അതിലേക്ക് എത്താനുള്ള വഴികളെയൊക്കെ പറ്റി. അതിപ്പോ എന്താ
അതുകൊണ്ടൊക്കെ തന്നെയല്ലേ നിങ്ങളുടെ കുട്ടികൾ മിടുക്കരായത്, പ്രിയപ്പെട്ട അധ്യാപകനായതും. മികച്ച അധ്യാപകൻ, എളിമയുള്ള അധ്യാപകൻ, സ്നേഹമുള്ള അധ്യാപകൻ, വിശേഷണങ്ങൾ കുറെ ഉണ്ട്. പക്ഷേ ഈ പറയുന്ന അധ്യാപകൻ കഴിഞ്ഞ 13 വർഷം കൊണ്ട് എന്ത് സ്വപ്നമാ എന്റെ ജീവിതത്തിൽ നേടിയേ, എന്തു മാറ്റമാ ഇത്രയും നാളും പഠിപ്പിച്ച എന്റെ ജീവിതത്തിൽ ഉണ്ടായേ. അതേ വാടക വീട്, അതേ ബൈക്ക്, അതേ പ്രാരാബ്ദം, അതേ ഓട്ടം, ഒരു മാറ്റവുമില്ല. സൂരജിന്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു. അപ്പോൾ സ്വപ്നം കാണാനായിട്ട് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ സ്വന്തമായിട്ടുള്ള ജീവിതത്തിൽ ഒന്നുമാകാതെ വരുന്നു എന്നുള്ള ഒരു പാഠമാണ് ഇതിലൂടെ നമുക്ക് ഈ കഥയിലൂടെ അജയ് വേണു പെരിങ്ങാശ്ശേരി പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഈ കഥയുടെ മർമ്മപ്രധാനമായിട്ടുള്ള പേര് പോലെ തന്നെ ചുംബന രഹസ്യം എന്ന് പറയുന്ന കഥയില്ലാത്തവളാണ് താൻ എന്ന് സ്വയം വിശ്വസിച്ച് ജീവിക്കുന്ന മൈനക്കിളി തനിക്കും ഒരു കഥയുണ്ടെന്ന് മനസ്സിലാക്കുന്ന കഥയാണ്. ഒരു സ്ത്രീ കഥാപാത്രമാണ്, ഒരു ശക്തമായൊരു കഥാപാത്രം തന്നെയാണ്. ഒരു സംഭവം നാട്ടിൽ നടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എല്ലാ ആളുകളും, പ്രത്യേകിച്ച് അറിയപ്പെടുന്ന ആളാണെങ്കിൽ ആ പ്രദേശത്തുള്ള എല്ലാ ആളുകളും, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ ഉൾപ്പെടെ ഉള്ളവർ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ചാണ് ഈ കഥ വളരെ മനോഹരമായ രസകരമായ രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒടുവിൽ ഇവരുടെ ഈ രഹസ്യം തേടി കുറെ ചെറുപ്പക്കാരും ആളുകളുമെല്ലാം യാത്ര ചെയ്യുകയും അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കി കഴിയുകയും ചെയ്യുമ്പോഴാണ് അത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവം എന്ന് മനസ്സിലാക്കുന്നത്. ഈ കഥയിലെ ഉൽപ്പലാഷൻ മാഷ് എന്ന് പറയുന്ന ആളുടെ ഒരു കഥ മാസികയിൽ വരികയും നമ്മൾ മൈനക്കിളി എന്ന് പറയുന്ന ശക്തമായ കഥാപാത്രം ഈ കഥ വായിക്കുകയും ഇത് വായിച്ചു കഴിയുമ്പോൾ അവൾ തിരിച്ചറിയുകയാണ് ഒരു കഥയും ഇല്ല എന്ന് വിശ്വസിച്ചിരുന്ന തനിക്കും ഒരു കഥയുണ്ടായിരുന്നു എന്നുള്ള സത്യം. അങ്ങനെ ലളിതമായ ഭാഷയിൽ രചിക്കപ്പെട്ടിരിക്കുന്ന കഥകളാണ് എല്ലാം തന്നെ എന്നുള്ളതാണ് ഈ പുസ്തകത്തിന്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത്. പരിമിതമായിട്ടുള്ള മനുഷ്യരെയും അതുപോലെ തന്നെ പരിചിതരായിട്ടുള്ള മനുഷ്യരെയും അവസ്ഥകളെയും കഥയിലുടനീളം നാം കാണുന്നുണ്ട്. വൈവിധ്യമാർന്ന ആവിഷ്കരണ ശൈലിയിലൂടെ അനുവാചകരെ തന്നിലേക്ക് ചേർത്ത് നിർത്തുന്നവയാണ് അജയ് പെരിങ്ങാശ്ശേരിയുടെ ഈ കഥാസമാഹാരം. മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ 15 കഥകളുടെ സമാഹാരമാണ് ഈ ചുംബന രഹസ്യം എന്ന കഥാസമാഹാരത്തിലുള്ളത്. വീണ്ടെടുപ്പ്, ജീവിതത്തിന്റെ ഒരു തുണ്ട്, പ്രായമാകുമ്പോൾ ഓർമ്മ കൂടുകയാണ്, മാലാഖ ജീവിതം, നുണയുടെ ഫാക്ടറി മുതലാളി, കറുത്ത ദൈവം, ഇത് കുഞ്ഞാടെ കഥയാണ്, ഭയം, കർത്താവിന്റെ കൊന്നപ്പൂവും മുത്തുമണിയുടെ വിഷുവും, ജപ്പാന്റെ കട, സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്നവർ, പ്രളയാനന്തരം, ഹെയർ എക്സ്, പ്രകാശം പരത്തുന്ന അധ്യാപിക തുടങ്ങിയ കഥയെല്ലാം തന്നെ ഉൾപ്പെടുന്ന ഒരു മനോഹരമായ ഒരു സമാഹാരം തന്നെയാണ് ഇത്. മനുഷ്യ മനസ്സിന്റെ വ്യത്യസ്ത തലങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന ഈ കഥ വായിക്കുമ്പോൾ നമ്മൾ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു അനുഭൂതി നമ്മളെ ഉണർത്തുന്നു എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഇദ്ദേഹം തീർച്ചയായിട്ടും മലയാള സാഹിത്യത്തിന് ഒരു വലിയ മുതൽക്കൂട്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ചുംബന രഹസ്യം എന്ന് കേൾക്കുമ്പോൾ ടൈറ്റിൽ നമ്മൾ കേൾക്കുന്ന സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത് തോന്നിപ്പോകും. അതെ, പക്ഷേ ഇതിനുള്ളിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, തീർച്ചയായും നമ്മൾ അനുഭവിച്ചു പോയ കുറെ അധികം കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നു. പ്രത്യേകിച്ച് നമുക്ക് പ്രളയാനന്തരം എന്ന കഥയിലേക്ക് വരുമ്പോൾ തന്നെ ഒരു സമയത്ത് അനുഭവിച്ച ദുരിതങ്ങളും പ്രശ്നങ്ങളെ കുറിച്ച് തന്നെ. അതുപോലെ തന്നെ ഈ പേര് കേൾക്കുമ്പോൾ തന്നെ പേരിന്റെ പ്രധാന പുസ്തകത്തിന്റെ തലക്കെട്ട് തന്നെ കേൾക്കുമ്പോൾ നമ്മളൊരു തെറ്റിദ്ധാരണയിലൂടെയാണ് വായനയിലൂടെ യഥാർത്ഥത്തിലേക്ക് പ്രവേശിക്കുന്നത് ഒരു വായനക്കാരൻ എന്ന് പറയുന്നത്. പക്ഷേ അനുവാചകരെ ഏറ്റവും കൂടുതൽ ഇതൊന്നും യാതൊരു ബന്ധവുമില്ലാത്ത തരത്തിലേക്കാണ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധികളെ നേരിട്ട് വിജയിക്കുന്ന, അല്ലെങ്കിൽ പ്രതിസന്ധികളെ എങ്ങനെ നേരിട്ട് വന്ന ഒരു വിഭാഗത്തിന്റെ കഥയാണ്. നാം കാണുന്ന പരിചിതരായിട്ടുള്ള പല മുഖങ്ങളും ഇതിനകത്ത് കാണുവാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഒരു കറുത്ത ദൈവം. അതിലാണ് അധ്യാപകന്റെ, അധ്യാപകൻ അനുഭവിക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ്. അദ്ദേഹം കുട്ടികളെ പഠിപ്പിക്കുന്നു, സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്ന ആളുടെ സ്വപ്നം എവിടെയും എത്തിച്ചേരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും അതൊക്കെ ഒരു വലിയൊരു സന്ദേശം കൂടി തന്നെയാണ് നൽകുന്നത്. അതെ. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു പുസ്തകം എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്. 15 ചെറുകഥകളാണ്. അതിലെ ഓരോ കഥകളും ഇതുപോലെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള അനുഭവം തന്നെയാണ് നമുക്ക് നൽകുന്നത്. അതുപോലെ തന്നെ ഈ പുസ്തകത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് ആമുഖം എഴുതിയിരിക്കുന്നത് പ്രശസ്തനായിട്ടുള്ള എഴുത്തുകാരനായ മോബിൻ മോഹനാണ്. മോബിൻ മോഹന്റെ ഒരു കുറിപ്പ് ഇതിൽ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഈ കഥയിലൂടെ ഓരോ മുഖങ്ങളും എങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, ഏത് കാലഘട്ടത്തിലൂടെ കടന്നു പോകും, നമ്മൾ ഓരോ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളെ എത്രമാത്രം സ്പർശിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം ഈ കുറിപ്പിലൂടെ സൂചിപ്പിക്കുന്നുമുണ്ട്. ഓക്കെ, എന്തായാലും ഒരുപാട് നന്ദി വിനയകുമാർ, ഇങ്ങനെ ഒരു പുസ്തകം ഞങ്ങളെ പരിചയപ്പെടുത്തിയത്. നന്ദി രതീഷ്. പൂന്തോട്ടത്ത് വിനയകുമാർ ആണെന്ന് നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ചുംബന രഹസ്യം അജയ് വേണു പെരിങ്ങാശ്ശേരി എഴുതിയ പുസ്തകമാണ്. ഈ ടൈറ്റിൽ കേൾക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഒരു പൈങ്കിളി കഥയിലേക്കാണ് പോകുന്നത്. അങ്ങനെയല്ല.
ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അനുഭവിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ഓരോ കഥകളും. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം കൂടി തന്നെയാണ്. പുസ്തകം നിങ്ങൾക്ക് അരികിലേക്ക് കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും വായിക്കുക എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. ചുംബന രഹസ്യം എന്നാണ് പുസ്തകത്തിന്റെ പേര്. അപ്പൊ ഈ കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്ന റേഡിയോ ലൈബ്രറിയിൽ നിന്നും രതീഷും ബൈ പറയുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു അതിഥിയും മറ്റൊരു പുസ്തകവുമായിട്ട് എത്തിച്ചേരാം. സ്റ്റേ ട്യൂൺ.